നമസ്കാരം. മുഴുവനായും എയർ കണ്ടീഷൻ ചെയ്തൊരു നഗരം. ഈ പറഞ്ഞു വരുന്നത് കഥയൊന്നുമല്ല. വിസ്മയ കാഴ്ചകളുടെ സ്വന്തം സിറ്റിയായ ദുബൈയിൽ യാഥാർത്ഥ്യമാക്കാനായി പദ്ധതിയിട്ടിരിക്കുന്ന ഒരു നഗരത്തെക്കുറിച്ചാണ്. മാൾ ഓഫ് ദി വേൾഡ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളായി മാറും. ദുബായ് ഹോൾഡിംഗ് ആണ് $22 ബില്യൺ കണക്കാക്കിയിരിക്കുന്ന ഈ പദ്ധതി വികസിപ്പിക്കുക. ഒരു നഗരത്തിനുള്ളിലെ മറ്റൊരു നഗരമായാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 48 ദശലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത ഒരു നഗരമായാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാവുക. ദുബായിലെ പ്രധാന പാതയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലാണ് ഈ വമ്പൻ പദ്ധതി യാഥാർത്ഥ്യമാകുക. സന്ദർശകർ സുഖകരമാകും വിധം വർഷം മുഴുവനും താപനില നിയന്ത്രണം അനുവദിക്കുന്നതും ആവശ്യാനുസരണം മാറ്റാനാകുന്നതുമായ ഗ്ലാസ് മേൽക്കൂരയാണ് ഈ ഷോപ്പിംഗ് മാളിൽ സജ്ജീകരിക്കുക. ഇതുതന്നെയാണ് ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷത. 8 ദശലക്ഷം ചതുരശ്ര അടി ഷോപ്പിംഗ് ഏരിയകൾ കൂടാതെ കാൽനടയ്ക്കായുള്ള പ്രത്യേക സൗകര്യങ്ങൾ, ഹോസ്പിറ്റാലിറ്റി, സാംസ്കാരിക പരിപാടികൾക്കായുള്ള ഇടങ്ങൾ, വെൽനസ് ഡിസ്ട്രിക്റ്റുകൾ എന്നിങ്ങനെ വിവിധ രീതിയിൽ ഈ മാളിന്റെ വ്യത്യസ്ത സൗകര്യങ്ങൾ വിഭജിക്കാനും പദ്ധതിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വിശാലമായ ഗെയിം പാർക്കും ഇവിടെ ഒരുക്കപ്പെടും. എല്ലാത്തരം വിനോദങ്ങളും വാഗ്ദാനം ചെയ്യുന്ന വിപുലമായ വിനോദ മേഖലകളും ഈ സൂപ്പർ മാളിൽ ക്രമീകരിക്കപ്പെടും. ഇതുകൂടാതെ റീറ്റെയിൽ ഇടങ്ങൾ, ഒരു തീം പാർക്ക്, 100-ൽ പരം ഹോട്ടലുകൾ, സർവീസ്ഡ് അപ്പാർട്ട്മെന്റുകൾ എന്നിവയും മാൾ ഓഫ് ദി വേൾഡിൽ ഉണ്ടായിരിക്കും. പ്രതിവർഷം 180 ദശലക്ഷം വിനോദസഞ്ചാരികളെ ഈ വിസ്മയ മാൾ ആകർഷിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2012 ഇത്തരമൊരു ബൃഹത് പദ്ധതി വിഭാവനം ചെയ്തതെങ്കിലും ഈ പദ്ധതിയുടെ വിശാലമായ വ്യാപ്തി കാരണം ഇതുവരെയും നിർമ്മാണത്തിലേക്ക് കടന്നിട്ടില്ല. ആദ്യം ഈ പദ്ധതി മുഹമ്മദ് ബിൻ റാഷിദ് സിറ്റിയിൽ യാഥാർത്ഥ്യമാക്കാനാണ് പദ്ധതിയിട്ടിരുന്നതെങ്കിലും പിന്നീട് അത് കൂടുതൽ സാധ്യതകൾ മുന്നിൽ കണ്ട് ദുബായിലെ പ്രധാന പാതയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലേക്ക് മാറ്റുകയായിരുന്നു. വരും ഭാവിയിൽ ഈ പദ്ധതിയാൽ ദുബായിയുടെ പേര് വീണ്ടും ലോക റെക്കോർഡ്സിൽ ഇടം നേടുമെന്നത് തീർച്ചയാണ്. ഇതുകൂടാതെ നിലവിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സെന്ററുകളിലൊന്നായ ദുബായ് മാളും കൂടുതൽ വിപുലീകരണത്തിനായി തയ്യാറെടുക്കുകയാണ്. മലയാളികളെ സംബന്ധിച്ച് ഏറെ മാനസിക അടുപ്പമുള്ള ദുബായിൽ നിലവിലുള്ള വിസ്മയ സൗകര്യങ്ങളിലൊന്നായ ഈ മാൾ കൂടുതൽ അത്യാകർഷകമാക്കുന്നതിനായുള്ള പുതുപദ്ധതിയാണ് വരാൻ പോകുന്നത്. UAE റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർമാരായ MR പ്രോപ്പർട്ടീസ് ആണ് ദുബായ് മാളിന്റെ വിപുലീകരണ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 1.5 ബില്യൺ ദിർഹത്തിന്റെ, അതായത് $408 മില്യൺ വിപുലീകരണമാണ് ദുബായ് മാളിൽ സാധ്യമാക്കുക. 12 ദശലക്ഷം ചതുരശ്ര അടി വിസ്തീർണമാണ് ദുബായ് മാളിനുള്ളത്. ലോക റെക്കോർഡ് പട്ടികയിൽ ഇടം നേടിയ ദുബായ് ഫൗണ്ടനും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയ്ക്കും സമീപമായാണ് ഡൗൺടൗൺ ദുബായിയുടെ ഭാഗമായ ഈ വിശാല ഷോപ്പിംഗ് സെന്റർ നിലകൊള്ളുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മാൾ അക്വേറിയം, അണ്ടർ വാട്ടർ സൂ, 155 ദശലക്ഷം വർഷം പഴക്കമുള്ള ഒരു സമ്പൂർണ്ണ ദിനോസർ അസ്ഥികൂടം, ഇമ്മേഴ്സീവ് ഡിജിറ്റൽ ആർട്ട് മ്യൂസിയം, സന്ദർശകർക്ക് ഐസ് സ്കേറ്റിംഗിനും മറ്റു വിനോദ പ്രവർത്തനങ്ങളിലും ഏർപ്പെടാനും ആസ്വദിക്കാനും കഴിയുന്ന ഒളിമ്പിക് സൈസ്ഡ് ഐസ് റിംഗ്, അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള 26 സ്ക്രീൻ റിയൽ സിനിമാസ് സാങ്കേതിക സംവിധാനം എന്നിവ ഈ ഷോപ്പിംഗ് മാളിലെ ആകർഷണീയ സൗകര്യങ്ങളിൽ ചിലതാണ്. 1200-ൽ പരം ഷോപ്പുകളാണ് ഇവിടെ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. വിപുലീകരണത്തിന്റെ ഭാഗമായി 240 ആഡംബര സ്റ്റോറുകളും പുതിയ ഭക്ഷണശാലകളും കൂട്ടിച്ചേർക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന സൈറ്റുകളിൽ ഒന്നിലേക്കുള്ള ഒരു മികച്ച കൂട്ടിച്ചേർക്കൽ എന്നാണ് MR പ്രോപ്പർട്ടീസ് സ്ഥാപകൻ മുഹമ്മദ് അലാബാർ ഒരു പത്രക്കുറിപ്പിൽ ഈ വിപുലീകരണത്തെ വിശേഷിപ്പിച്ചത്. 2024 വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ റെക്കോർഡ് നേട്ടമാണ് ദുബായ് രേഖപ്പെടുത്തിയത്. 105 ദശലക്ഷം സന്ദർശകരെയാണ് കഴിഞ്ഞ വർഷം ദുബായ് മാൾ വരവേറ്റതെന്നാണ് കണക്ക്. 2022 അപേക്ഷിച്ച് 19% വർധനമാണ് ഇക്കഴിഞ്ഞ വർഷം സഞ്ചാരികളുടെ എണ്ണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ദുബായ് കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരത്തിന്റെയും ഷോപ്പിംഗിനായി എത്തുന്ന ആളുകളുടെയും എണ്ണം കണക്കിലെടുത്ത് ആസൂത്രിതമായ വിപുലീകരണ പദ്ധതികളും നിക്ഷേപ പദ്ധതികളും നടപ്പിലാക്കാനും ദുബായ് ഭരണകൂടവും വിവിധ കമ്പനികളും ആലോചിച്ചു വരുന്നുണ്ട്. വാർത്തയുടെ നിറം തേടി തനിനിറം.